ഹലോ. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് എൻ്റെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചു. ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഒരു 2 സവോള സ്ലൈസ് ചെയ്തു അതിലേക്കിട്ടു. ആവശ്യത്തിന് സവോള വഴങ്ങാനായിട്ടുള്ള ഉപ്പും ഇട്ടു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കിടന്ന് സവോള നന്നായിട്ട് വഴണ്ടു. വഴണ്ടതിന് ശേഷം ഒരു 5-6 പച്ചമുളക് ഞാൻ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു വലിയ ടൊമാറ്റോ ആയിരുന്നു, ഒരു ഹാഫ് ടൊമാറ്റോ ഞാൻ ചെറിയ പീസായിട്ട് എടുത്ത് കട്ട് ചെയ്തു. പിന്നെ കുറച്ച് കരിയാപ്പില ഇട്ടു. അപ്പോൾ നന്നായിട്ട് പിന്നെ അപ്പുറത്ത് ഞാൻ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിരിക്കുന്നതാണ് ചിക്കൻ കറിയിലേക്ക് ഒഴിക്കാനായിട്ട്. ഞാൻ കുറച്ച് ചെറിയൊരു അളവേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഒരു 5-6 പീസ് ചിക്കനേ എടുത്തിട്ടുള്ളൂ. കാര്യം വെച്ചാൽ ഞാൻ ഫ്രഷായിട്ട് കുറച്ച് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്കുള്ള ഒരു കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് സവോള 2, ടൊമാറ്റോ ഹാഫ്, അതുപോലെ തന്നെ പച്ചമുളക് 5-6 അങ്ങനെയൊക്കെ. പിന്നെ ഞാനിപ്പോൾ ഇട്ടത് റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാൻ ചില ദിവസങ്ങളിൽ മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഈ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഡയറക്റ്റ് ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഒരുമിച്ച് മിക്സിയുടെ ചെറിയ കപ്പിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഇടാറുമുണ്ട്. അപ്പോൾ പൊടികളായിട്ട് ഞാനിപ്പോൾ ഇട്ടത് കുറച്ച് പെരുംജീരകപ്പൊടി ഇട്ടു. അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ 3 പൊടികളും കുറച്ച് മതി. പക്ഷേ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി ഒരു 2-3 ടീസ്പൂൺ ഞാൻ ഇടാറുണ്ട്. അതുപോലെ തന്നെ ചില്ലി പൗഡറും ഇപ്പം ഞാൻ 2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. ഇവിടെ ഒരുപാട് എരിവ് വേണ്ട, അതുകൊണ്ട്. പിന്നെ അതുമല്ല ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക്കും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ലാസ്റ്റ് ഓവർ സ്പൈസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടുകയാണ്. അപ്പോൾ പെരുംജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ഒരു പേരിന് കുറച്ചേ ഞാൻ ഇടാറുള്ളൂ. ഗരം മസാലപ്പൊടിയുടെയൊക്കെ ഓവർ കുത്തൽ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇടാറുള്ളൂ. പെരുംജീരകപ്പൊടിയാണെങ്കിലും ഒരു ചെറിയൊരു മൈൽഡ് ഫ്ലേവറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇടത്തുള്ളൂ. എന്നാൽ നമ്മളുടെ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചാറ് ഒരുപാട് നീണ്ടതാവണ്ട, തിക്ക് ഗ്രേവി ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, മല്ലിപ്പൊടി കുറച്ച് ഇട്ടേക്കും. കാരണം മല്ലിപ്പൊടി ഇടുമ്പോഴത്തേനാണ് നമുക്ക് ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടുന്നത്. പിന്നെ എൻ്റെ ആ ചൂടുവെള്ളം കണ്ടാൽ നിങ്ങൾക്കറിയാം, വളരെ കുറച്ച് ക്വാണ്ടിറ്റി വെള്ളമേ ഞാൻ വെച്ചിട്ടുള്ളൂ. കാരണം നമ്മൾക്ക് ഇപ്പം അപ്പത്തിൻ്റെ കൂടെയാണേലും പത്തിരിയുടെ കൂടെയാണേലും ചപ്പാത്തി, പൊറോട്ട, പുട്ട് എന്തിൻ്റെ കൂടെയാണെങ്കിലും ഇവിടെ ഗ്രേവി തിക്കായിരിക്കണമെന്ന് ഇക്കാക്ക് നിർബന്ധമാണ്. ചാറ് നീണ്ടു പോകുന്ന വലിയ താല്പര്യമില്ല. കണ്ടോ, ഇത്രയും ചിക്കനേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊരു 1/2 kg വരുമോ, ഇത്രയും ചിക്കനേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് എല്ലായിടത്തും പൊടികളൊക്കെ പറ്റാനായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ട് കുത്തി ഇളക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് കുത്തി ഇളക്കിക്കൊള്ളാം. അപ്പോൾ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പം എരിവും ഉപ്പും എല്ലാം എല്ലായിടത്തും ചേരണം. അങ്ങനെ ചെയ്യുകയാണ്. ഈ ഒരു രീതിയിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് വെക്കാറ്. ഇത് മുളക് പൊടി ഇട്ടിട്ട് തേങ്ങ ഒന്നും അരയ്ക്കാതെയുള്ള ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നല്ലതായിട്ട് ഒരുപാട് ഗ്രേവി വേണ്ടവർക്ക് കൂടുതൽ ചൂടുവെള്ളം ഒഴിക്കാം. വളരെ തിക്ക് ഗ്രേവി വേണ്ടവർക്ക് ചൂടുവെള്ളം കുറച്ചൊഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അവസാനം ഞാനിതാ എൻ്റെ വെട്ടിത്തിളച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു. വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ പൊടിയുടെ കുത്തലും പൊടി ഇച്ചിരി നന്നായിട്ട് മൂത്തതെന്ന് കണ്ടു. പൊടി നന്നായിട്ട് മൂത്തത് കൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചത്. പൊടിയുടെ പച്ചമണം വരാൻ പാടില്ല. അപ്പോൾ കുറച്ച് നേരം
പൊടികളൊക്കെ നല്ല രീതിയിൽ സവോളയും ഒക്കെയായിട്ട് ചിക്കനൊക്കെ ആയിട്ട് കിടന്ന് മൂപ്പിക്കണം. എങ്കിലാണ് നമ്മുടെ കറിയുടെ രുചി. പിന്നെ സവോള നന്നായിട്ട് വഴലണം. അതുകൊണ്ടാണ് ഞാനൊരു ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണിച്ചത്.